നമസ്കാരം. പിണറായി വിജയനെതിരെ അതിശക്തമായ ആക്രമണവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസ് പ്രതികളെ രക്ഷപ്പെടാൻ തക്കവണ്ണം കേസ് അന്വേഷണം അട്ടിമറിച്ചത് സംസ്ഥാന സർക്കാർ ആണെന്നാണ് രാഹുൽ ഉയർത്തുന്ന ആരോപണം. രാഹുൽ FBയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്: പള്ളിയിൽ കിടന്നുറങ്ങുകയായിരുന്ന റിയാസ് മൗലവിയെ RSSകാർ കൊല്ലുന്നത് 2017. അന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ. അന്വേഷണം നടത്തിയത് വിജയന്റെ പോലീസ്. റിയാസ് മൗലവി കൊലക്കേസിൽ ഗൂഢാലോചന ഇല്ലെന്ന് പോലീസ് തന്നെ റിപ്പോർട്ട് നൽകിയതാണ്. ആ പോലീസ് അന്വേഷണത്തിന്റെ പഴുതുപയോഗിച്ച് ഇന്ന് RSSകാരായ പ്രതികളെ കോടതി വെറുതെ വിടുന്നു. ഈ അടുത്താണ് ആലപ്പുഴയിൽ SDPIക്കാർ 2021 കൊന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ പ്രതികളായ മുഴുവൻ SDPIക്കാരെയും കോടതി വധശിക്ഷ വിധിച്ചത്. കുറ്റമറ്റ അന്വേഷണമാണ് ആ കേസിലെ വേഗത്തിലുള്ള വിധിക്ക് കാരണം. എന്നാൽ ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് RSSകാർ കൊന്ന കൊലക്കേസിൽ ഈ കുറ്റമറ്റ വേഗതയില്ല. അതിനാൽ ശിക്ഷ വിധിച്ചിട്ടുമില്ല. ഇക്കാലത്തൊക്കെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി സംഘിയുടെ പേടി സ്വപ്നം വിജയനാണെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ. റിയാസ് മൗലവി സ്വയം കുത്തി മരിച്ചതല്ല സംഘി വിജയ. മതേതര കേരളം കണക്ക് വീട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാണ് രാഹുൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർത്തിയാക്കുന്നത്. കാസർഗോഡ് ചുരിയിലെ മദ്രസ അധ്യാപകൻ 27 വയസ്സ് മാത്രം പ്രായമുള്ള കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ പള്ളിയിൽ കയറി വെട്ടിക്കൊന്ന കേസിൽ പ്രതികളായ 3 RSSകാരെയും കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ട പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ പോസ്റ്റ്. പ്രതികളും RSS പ്രവർത്തകരുമായ കേളുകുണ്ടെ അയ്യപ്പ നഗർ ഭജന മന്ദിരത്തിന് സമീപത്തെ അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരെയാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KK ബാലകൃഷ്ണൻ വെറുതെ വിട്ടത്. പിണറായി വിജയനും സംഘപരിവാറും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെ മുൻനിർത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്.